ഹലോ, വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പൊട്ടാറ്റോ റോൾസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാനിവിടെ 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചിക്കനും അതുപോലെ തന്നെ 2 സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായാൽ 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പിച്ചി എടുത്തിട്ടുള്ള ചിക്കനാണ്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു മസാല ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോളാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പൊട്ടാറ്റോ മസാല കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് റോളാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. ഒരു മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പൊട്ടാറ്റോ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള റോൾസും റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് പൊട്ടാറ്റോ റോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ റോൾസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക.
അപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.